ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ കായിക മേഖലയിലൂടെ വളർന്നുവന്ന് രാജ്യത്തിനായി 113 മെഡലുകൾ നേടിയെടുക്കാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ സ്കൂളിന് നൽകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരുപാട് താരങ്ങൾ വളർന്നുവരട്ടെയെന്നും പി.ടി. ഉഷ. കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ പി.ടി. ഉഷ എം.പിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസിന്റെയും മാനേജ്മെന്റ് നൽകിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജ്യസഭ എം.പി. യാതൊരു സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ സ്പോർട്സ് കൂടെ വളർന്നു വന്ന ആളാണ്. എനിക്ക് തന്നെ ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെ സ്പോർട്സ് ചെയ്തു, എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ 7ാം ക്ലാസ്സിന് 8ാം ക്ലാസ്സിലേക്ക് പാസ്സായപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് ഡിവിഷൻ തുടങ്ങി. സ്പോർട്സ് ഡിവിഷൻ തുടങ്ങിയത് ഇതുപോലൊരു ഗവൺമെന്റ് ഹൈസ്കൂൾ, മുനിസിപ്പൽ ഹൈസ്കൂൾ കണ്ണൂരിൽ ഒരു ഡിവിഷൻ സ്പോർട്സ് ഡിവിഷനാണ്. അവിടേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ ആ സ്കൂളിന് ചുറ്റുപാട്, അവിടെ സ്കൂളിൽ ഗ്രൗണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് വലിയ ഗ്രൗണ്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ആ സ്കൂളിന് ചുറ്റും, സ്കൂളിന്റെ കംപ്ലീറ്റ് സ്കൂൾ കോമ്പൗണ്ടിന്റെ ചുറ്റും ഓടിയിട്ടൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ഗവൺമെന്റ് ഹൈസ്കൂൾ പഠിച്ചിട്ട് ആണ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി 103 ഇന്റർനാഷണൽ മെഡലുകൾ നേടിയത്. എന്റെ തുടക്കം അവിടെയാണ്. അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതുപോലുള്ള സ്കൂൾ. അവിടെയാണ് കുട്ടികൾ പഠിക്കുന്നത്, വളരേണ്ടത്, നന്നാകേണ്ടത്. അപ്പൊ ആ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടെങ്കിലും പിന്നീടുള്ള കാലത്ത് പിന്നീട് ചെറിയ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ കുറഞ്ഞ് മറ്റുള്ള സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. പക്ഷെ അനുസരിച്ച് വളർന്നു വരുന്നതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്തും കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അതിനനുസരിച്ച് കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കും. കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ മെച്ചപ്പെടുത്തണം. സ്കൂളിന് നൽകുന്ന വികസന ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് ബസ് നൽകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പി.ടി. ഉഷ പറഞ്ഞു. പി.ടി.എ പ്രസിഡന്റ് സി. രമേശ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ സി. ഗോപിനാഥൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ സി. എസ്. കൃഷ്ണകുമാർ, സി. ചന്ദ്രമോഹനൻ, പി. വേണുഗോപാൽ, എൻ. സച്ചിദാനന്ദൻ, അധ്യാപകനായ കെ. ആർ. സുജേഷ്, കിരൺജിത്ത് എന്നിവർ പങ്കെടുത്തു.